യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഈ വരുന്ന ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് യോസേപ്പ് പിതാവിൻ്റെ ജീവിത രഹസ്യം ഉൾക്കൊള്ളുന്ന സുവിശേഷ ഭാഗങ്ങൾ വായിച്ചത്. സഭ വിശുദ്ധരോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. പലർക്കും ഇത് കൃത്യം അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു കാലിൽ മാത്രം വണ്ണം വെച്ചാൽ നമ്മൾ ആരോഗ്യം പറയല. ഓ, നല്ല ആരോഗ്യമാണല്ലോ, അതിനെ മന്ദന്നേ പറയുള്ളൂ. ഇതുപോലെ വിശുദ്ധരുടെ ഭക്തിക്ക് രണ്ട് തുല്യ പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്. അതൊന്ന് അവഗണിച്ചാൽ ആ ഭക്തി അപകടത്തിലെത്തും. ഒന്നാമത്തേത്, വിശുദ്ധരെ സഭ വിളിക്കുന്നത് അഞ്ചാം സുവിശേഷം എന്നാണ്. മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും 4 സുവിശേഷങ്ങളെ പുസ്തക രൂപത്തിലുള്ളെങ്കിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സുവിശേഷമാണ് ഒരു വിശുദ്ധന്റെ ജീവിതം. അപ്പോൾ മനസ്സിലായില്ല കാര്യം എന്താണ്? വിശുദ്ധരെ സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവരുടെ ജീവിത മാതൃക അനുകരിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. രണ്ടാമത്തെ ഉദ്ദേശം വിശുദ്ധരുടെ മാധ്യസ്ഥ അപേക്ഷിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ മാധ്യസ്ഥ അപേക്ഷിക്കല് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായി അതപ്പതിച്ചു പോകുന്നതാണ് ദുഃഖകരം. കാരണം വിശുദ്ധരെ സ്വർഗത്തിലേക്കാണ് പോയത്, ഭൂമിയിലേക്കല്ല വന്നത്. അപ്പൊ സ്വർഗീയ രഹസ്യങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധ നിലകൊള്ളുന്നതെങ്കിലും നമ്മൾ നമ്മുടെ ഈ ദൗർബല്യം കൊണ്ട് വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്നതെല്ലാം ഭൗതിക കാര്യങ്ങളാണ്. അത് വലിയ അതപ്പതിനകത്ത് വയ്ക്കുക. രണ്ട് കാര്യം മനസ്സിൽ വയ്ക്കുക. വിശുദ്ധരോടുള്ള ഭക്തിക്ക് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധരെ അനുകരിക്കാൻ വേണ്ടിയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത് വിശുദ്ധരുടെ മാധ്യസ്ഥ അപേക്ഷിക്കുക. അതുകൊണ്ട് യോസേപ്പ് പിതാവിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് രണ്ടും ചെയ്യാമെങ്കിലും പരമപ്രധാനമായിട്ടുള്ള യോസേപ്പ് പിതാവിന്റെ ജീവിത മാതൃക അനുകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരൊറ്റ പോയിന്റ് എടുത്ത് പറയുന്നുള്ളൂ. എന്താണ് പറയുന്നത്? യോസേപ്പ് പിതാവ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് പ്രതിസന്ധി? എന്താണ്? ഭർത്താവ് അറിയാതെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു. ഇതിൽ വലിയ പ്രതിസന്ധി ഉണ്ടോ? ഭർത്താവ് അറിയാതെ ഭാര്യ ഗർഭവതിയായിരിക്കും. ഇനി ഇതിന്റെ ഗൗരവം കൂടുന്നത് എന്താണ്? കാരണം ഈ ഭൂലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഏറ്റവും നിർമ്മലയും ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നവളും ഏറ്റവും വിശുദ്ധയുമായൊരു സ്ത്രീയാണത്. ആ സ്ത്രീയാണ് ഭർത്താവ് അറിയാതെ ഗർഭവതിയായിരിക്കുന്നത്. എന്തായാലും യോസേപ്പ് പിതാവിന് തീരുമാനം എടുത്തു, ഡൈവോഴ്സ് തന്നെ ചെയ്യാം. അല്ലേ? സാധാരണ അങ്ങനെയല്ലേ? അല്ലേ? അതിൽ വലിയ കുറ്റം കാണിക്കാനുണ്ടോ? അതുകൊണ്ട് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഡൈവോഴ്സ് ചെയ്തു. പിന്നെ യോസേപ്പ് പിതാവിന്റെ മാതാവിന് വലിയ ഇഷ്ടമായിരുന്ന കാരണം പരസ്യമായിട്ട് ഡൈവോഴ്സ് ചെയ്യണ്ട, ഡൈവോഴ്സ് എന്തായാലും ചെയ്യണം, പക്ഷെ രഹസ്യമായി ചെയ്തേക്കാം. പരസ്യമായി ചെയ്താലും രഹസ്യമായി ചെയ്താലും സംഭവം തന്നെയല്ലേ? അല്ലേ? പരസ്യമായി ചെയ്താലും രഹസ്യമായി ചെയ്താലും ഡൈവോഴ്സ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താണ് യോസേപ്പ് പിതാവിന്റെ ബുദ്ധി? എന്താ പറഞ്ഞു കൊടുത്തത്? നീരാണല്ലേ, നിന്റെ കെട്ടിയാള് കാണിച്ച പണിയുണ്ടോ? കൊടുക്കട അടി. സാധാരണ എല്ലാ ആണുങ്ങളും ഇങ്ങനെ ചെയ്യുള്ളൂ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇവിടെ അവൻ കളിച്ച് ഇവിടെ വരെ എത്തിയല്ലേ, ഞാനവനെ ശരിപ്പെടുത്തി എടുക്കും, നാണം കെടുത്തു ഞാനവനെ. അവളെ
വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 28:26. സുഭാഷിതം എല്ലാവരും കാണാൻ പാഠം പഠിക്കണം കേട്ടോ. സുഭാഷിതം 28 കേൾക്കണ്ടോ? 28:26 പറഞ്ഞ എല്ലാവരും. സുഭാഷിതം 28-ാം അധ്യായം 26-ാം വാക്യം. എളുപ്പല്ലേ? 2 കുറച്ചാൽ മതി. 28-26. 28 കേട്ടെന്ന് കേട്ടിട്ടില്ലേ? ഈ നമ്പർ ഓർക്കാനുള്ള എളുപ്പ വഴി ഇങ്ങനെയൊക്കെയാ. കൊച്ചിന്റെ 28 കേട്ടായിരുന്നു. 28 പിന്നെ 2 കുറച്ച് 26 എന്താണെന്നറിയോ? അതിനെങ്ങനെയാണ്? സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് പറയണം. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ, മുഴുവൻ പറ. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. പുരുഷന്മാരെല്ലാം കൈ കെട്ടിരിക്കുക, പറയുന്നില്ല. ഭോഷന്മാരെല്ലാം മിണ്ടായിരിക്കുക. അവർക്ക് പറ, സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. നമ്മളെ പലപ്പോഴും പറയല്ലേ, ഞാൻ വിശ്വസിക്കൂല, കണ്ണോട് ഞാൻ കാണണം. എന്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ വിശ്വസിക്കുള്ളൂ, ഞാൻ വിശ്വസിക്കില്ല. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും, എനിക്ക് ബോധ്യം വേണം. കണ്ട, ഈ ബോധ്യവും ബുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. ബോധ്യവും ബുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. എനിക്ക് ബോധ്യം വരണം എന്ന് അർത്ഥം എന്റെ ബുദ്ധി പറയുന്നത് ഞാൻ ചെയ്യുള്ളൂ. ബൈബിൾ പറയട്ടെ, ധ്യാനഗുരുക്കന്മാര് പറയട്ടെ, ആര് പറയട്ടെ, ഞാൻ പോവുകയല്ല. എന്റെ ബുദ്ധി പറഞ്ഞ് ഞാൻ ചെയ്യും. പക്ഷെ അവൻ ആരാ? വിഡ്ഢിയാ. വീണ്ടും പറഞ്ഞ വാക്യം ആവർത്തി പറഞ്ഞ്, സ്വന്തം ബുദ്ധിയിൽ, സ്വരകർത്തി പറ, സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. എന്റെ പോലെ സ്വരം തോന്നിനും പറഞ്ഞു, അല്ലെങ്കിൽ പറയാൻ പറ്റാതെ വരും. ചിലര് അനങ്ങാതിരിക്കുക. നീയൊക്കെ അനങ്ങണ്ടി വരുവടാ, വാ തുറക്കണ്ടി വരും ദിവസം കേട്ടോ. ഞാൻ പെട്ടെന്ന് പുറത്തു പോയത്, ഞാനൊരു പള്ളി വികാരിയായിരിക്കുമ്പം തൊട്ടടുത്ത വീട്ടിലൊരാൾ പെട്ടെന്ന് മരിച്ചു. അയാള് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. അത്രമാത്രം ജ്ഞാനവും പാടുന്നു. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ടു സെറ്റ് അന്നത്തെ കാലത്ത്, 30 കൊല്ലം അന്നത്തെ കാലത്തുള്ള ഏറ്റവും ബെസ്റ്റായ എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് മെഡിക്കൽ ഡോക്ടർ പറഞ്ഞു, സാറിനി ഒരു കുഴപ്പമില്ല, സാറിന് ഒരു കുഴപ്പമില്ല. വീട്ടിൽ വന്നപ്പോൾ തന്നെ പുള്ളിക്ക് അറ്റാക്ക് മരിച്ചു പോയി. അപ്പൊ അതുപോലെ എന്റെ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ, അച്ഛന് ഒരു കുഴപ്പമില്ല, സൗണ്ടൊക്കെ നല്ല പഴയതുപോലെ ആയിട്ടുണ്ട്, ദേവൻ ഇവിടെ പോക്കേണ്ട. ഇച്ചിനും പോലെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ കയറിയപ്പോഴാണ്. പക്ഷേ അത്രയുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധിയിലും മനുഷ്യന്റെ അറിവിലും ഒന്നും ആശ്രയിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്നൂടെ പറഞ്ഞത് സുഭാഷിതം 28:26. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. ഇനി ഈ വാക്യം നമ്മൾ ഔസേപ്പുണ്യാളുടെ കാര്യത്തിലേക്ക് കൊണ്ടുവരാം. ഔസേപ്പുണ്യാളോട് സ്വന്തം ബുദ്ധി എന്നാ പറഞ്ഞത്? ഉപേക്ഷിക്കുക, ഡൈവേഴ്സ് ചെയ്യുക. അല്ലപ്പോഴും നീ ആണായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? നിന്റെ പെണ്ണുമ്പിള്ള കാണിച്ച പണി കണ്ടില്ലേ? മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും അല്ലേ? പക്ഷേ ഇവിടെ വേറൊരു ഞാൻ ആ വാക്യത്തിന്റെ ബാക്കിയുണ്ട് കേട്ടോ, അത് ഞാൻ വായിച്ചില്ല. അതിങ്ങനെയാണ്, ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. പറഞ്ഞേ, ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. കണ്ടോ, ബുദ്ധി ആരുടെയാ? മനുഷ്യന്റെ. ജ്ഞാനമോ ദൈവത്തിൻ്റെതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായത്, നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് നമ്മുടെ ബുദ്ധിയെ അനുസരിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 14-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്, ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിച്ചെന്ന് വരാം.
ശരിയെന്ന് നിന്റെ ബുദ്ധി പറഞ്ഞു തരുന്ന കാര്യം നിന്നെ നാശത്തെ കൊണ്ടെത്തിക്കും. ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാണ്. ആലോചിച്ച് നോക്കി, എല്ലാവരും കൂടി ഇരിക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിവായ കാലം മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നയിച്ചിരുന്നത് ദൈവത്തിന്റെ ജ്ഞാനപ്രകാരമോ ലോകം പറയുന്നത് കേട്ടും സ്വന്തം ബുദ്ധി അനുസരിച്ചും എങ്കിൽ നമ്മളുടെ ജീവിതം മുഴുവനും പാഴായിപ്പോയി, പരാജയപ്പെട്ടു പോയി. നമ്മൾ ശ്രേഷ്ഠമെന്ന് തോന്നി ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവം ഇട്ട് വയ്ക്കും. മുമ്പൊരു പാട്ട് നമ്മൾ പാടുമായിരുന്നു, ഇപ്പോഴും പാടും. ദൈവേഷ്ടമാണെന്നു കരുതി ഞാൻ ചെയ്തതെല്ലാം ദൈവേഷ്ടമല്ലായിരുന്നെന്ന് അറിഞ്ഞിടുവിൻ. സമ്പാദ്യമാണെന്ന് കരുതെല്ലാം സൗഭാഗ്യമല്ലെങ്കിൽ. നല്ല പാട്ടുകാരാണല്ലോ, നിങ്ങളുടെ പടി പോകും. ഉണ്ടോ? സൗഭാഗ്യം തരുമെന്ന് കരുതിയല്ലേ സമ്പാദിച്ചു കൂട്ടണേ. സൗഭാഗ്യമല്ല, ദൗർഭാഗ്യമാണ് തരുന്നത്. അതിന്റെ കാരണം സമ്പത്ത് ദോഷം ചെയ്തുകൊണ്ടല്ല, നീ ഇത് സമ്പാദിക്കണ വേണ്ടയോ ദൈവത്തോട് ചോദിച്ചായിരുന്നു ആ വിഷയം. അവർക്കാണ് അമേരിക്കയിൽ വെച്ച് ഒരു കുടുംബം, എല്ലാവർക്കും ഒരു മാതൃകാ കുടുംബം എന്നാണ് പറയാം. നമ്മുടെ നാട്ടിൽ നിന്ന് അച്ഛന്മാരെ മത്രന്മാരൊക്കെ വരികയാണെങ്കിൽ ആ വീട്ടിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് അത്രമാത്രം ബഹുമാനവും സ്നേഹവുമാണ്. പിന്നെ നാടൻ ഭക്ഷണം, നാടൻ ഊണ് ഉണ്ടാക്കിത്തരും. അവിടെ വേഗാത്തിറച്ചി, എരിമ്പുളിയില്ലാത്ത ഇതൊക്കെയല്ല തരുന്നത്, ഇവരെല്ലാം തരും. അതുകൊണ്ട് അങ്ങനെ ഇരിക്കെ അവർക്കൊരു ബിസിനസ്സുണ്ട്, നല്ല സാമ്പത്തികമുണ്ട്, ഒരാൾക്ക് നല്ല ജോലിയുണ്ട്, മക്കൾ നന്നായിട്ട് പഠിക്കുന്നു. അപ്പോൾ സമ്പത്ത് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയേക്കുള്ള ഒരാഗ്രഹം. ബുദ്ധി പറഞ്ഞാൽ എന്താ, എന്നാ ഒന്നും തുടങ്ങ വീണ്ടും കാശ് ഇരട്ടിയാകുമല്ലോ. എല്ലാവരും ആലോചിച്ചു. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ പോഷനാണ്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ, തുറന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്നവർ ആർക്കൊക്കെ മനസാക്ഷിയുണ്ടോ അവർ സ്വയം സമ്മതിക്കേണ്ടി വരും. എന്റെ ബുദ്ധിയെ പിഞ്ചെന്നാണ് ഞാൻ ജീവിച്ചിരുന്നത്, ദൈവത്തിന്റെ ജ്ഞാനമനുസരിച്ചല്ല. ഇങ്ങനെയാണെങ്കിൽ മരണക്കിടക്കയിൽ നമ്മൾ എഴുതി വെച്ചിട്ട് കാണും, എൻഡ് തീർന്നു, പ്രവേശനമില്ല. യോസേപ്പിതാവ് എന്താ ചെയ്ത് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേണേ തള്ളിക്കളയാൻ പാടില്ല, അത് സ്വപ്നമായിരിക്കും. ഇങ്ങനെ എന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, എങ്ങനെ വിശ്വസിക്കാനാ? തോന്നിയതായിരിക്കും, സ്വപ്നം കണ്ടതല്ലേ. കാരണം വേറൊരു ഉദാഹരണമില്ലല്ലോ. വേറെ ലോകത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ പരിശുദ്ധാത്മാവാൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമായിരുന്നു. ഇതങ്ങനെ ഇല്ലല്ലോ. എന്തിനാ അത് വിശ്വസിക്കുന്നത്? മണ്ടത്തരമല്ലേ? ഇല്ല. യോസേപ്പിതാവിനെ പറ്റി ഇപ്പോൾ വായിച്ചത് എന്താണ്? മാലാഖയ്ക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ യോസേപ്പിതാവ് ചാടി എഴുന്നേറ്റു. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നിദ്രയിൽ ഉണർന്ന് കൽപ്പിക്കപ്പെട്ടതുപോലെ പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. കരവർത്തി ഹല്ലേലൂയ. നിദ്രയിൽ ഉണർന്ന് ചിലർ ഉറങ്ങിപ്പോയി. ആ നേരത്ത് നിദ്രയിൽ ഉണർന്ന് ഞാൻ പറ്റിയില്ലേ, ആ നേരത്തെ ചിലർ ഞാൻ നോക്കുമ്പോ നീയാണ് ഒന്നാമത്തെ ആള്. വേദപുസ്തകം പണ്ഡിത് ഉറങ്ങല്ലേ. പ്രൈസ് ദി ലോർഡ്. എഴുത്തുകാരൻ ഉറക്കവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ടോ? അപ്പോൾ ചുമ്മാതല്ല യോസേപ്പിതാവിനെ ഭാഗ്യപ്പെട്ട യോസേപ്പ്. ഒരു പ്രാർത്ഥന എങ്ങനെയല്ലേ അല്ലേ?
ഭാഗ്യപ്പെട്ട മാർഗ്ഗവസേപ്പേ, ഞങ്ങൾ അനർത്ഥങ്ങളിൽ ഇങ്ങേപ്പൊക്കെ ഓടി വന്ന് അല്ലേ, എന്ത് നല്ല പ്രാർത്ഥനയാ. ഭാഗ്യപ്പെട്ടതായത് ഇങ്ങനെയാ. സ്വന്തം ബുദ്ധിയെ യോസേപ്പിതാവ് വിറ്റതില്ല, സ്വന്തം ബുദ്ധിക്ക് വിപരീതമായി പ്രവർത്തിച്ചു. കാരണം സ്വർഗത്തിന്റെ ജ്ഞാനം അതാണ്. എളുപ്പമല്ല. മനുഷ്യൻ അഹങ്കാരിയായതുകൊണ്ട് അവന്റെ ബുദ്ധിയെ കൊണ്ടുവരാനാണ് അവന് താല്പര്യം. അഹങ്കാരം സമ്മതിക്കൊന്നുമില്ല, മരിക്കുമ്പോൾ സമ്മതിക്കേണ്ടി വരും. അതുപോലെ സമ്മതിക്കില്ല. അഹങ്കാരിയാണ് ദൈവത്തിന്റെ ജ്ഞാനത്തെ തള്ളിക്കളയുന്നതാണ്. ഇത് തന്നെയാണല്ലോ മറിയവും ചെയ്തത്. നമ്മളാണെങ്കിൽ ഇങ്ങനെ പറയുക, മാലാഖ വന്ന്, മാതാവ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ വന്ന് മാലാഖ പറയാണ്, പിന്നെ മംഗളവാർത്ത, മാതാവ് ഒരു ഉത്തമയായ ഭാര്യ എന്ന നിലയ്ക്ക് എന്താ പറയേണ്ടത്? അതേ, യോസേപ്പ് പണിക്ക് പോയിരിക്കുക, വൈകുന്നേരം 6 മണിയാകുമ്പോൾ വരും. എന്നിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നാളെ ഈ നേരത്ത് വാ, അപ്പൊ അറിയിക്കാം. ഇല്ല, യോസേപ്പിന് പറ്റിയ ഭാര്യ അല്ലേ? മാതാവ് പറയാണ്, ഉന്നതത്തിൽ ജ്ഞാനമായതുകൊണ്ട് പറയാണ്, യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും എത്ര കൊല്ലം ഭൂമിയിൽ ജീവിച്ചെന്നോ, എത്രല്ലാം വലിയ കാര്യങ്ങൾ ചെയ്തെന്നോ ഒന്നും ദൈവം നോക്കിയല്ല. ഇതുപോലെയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ ജനിച്ചിട്ട് തിരിച്ചറിയത്തില്ല. ഞാനും പറയാൻ പറ്റില്ല. തിരിച്ചറിവായ ശേഷം, തിരിച്ചറിവായ അന്ന് തന്നെ നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല. ആ തിരിച്ചറിവായ ശേഷം നമ്മൾ നമ്മുടെ ആദ്യത്തെ പ്രവൃത്തി ദൈവം നോക്കും. ദൈവത്തിനനുസരിച്ചായിരുന്നോ അത് സ്വന്തം ബുദ്ധി അനുസരിച്ചായിരുന്നു? സ്വന്തം ബുദ്ധി അനുസരിച്ച് നമ്മൾ ബാബേൽ ഗോപുരം പണിതാലും ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. ദൈവത്തിനനുസരിച്ച് നമ്മൾ നിസ്സാരമായൊരു കാര്യം ചെയ്തിരിക്കുന്നെങ്കിലും അതിന്റെ സ്വർഗത്തോളം വിലയുണ്ടായിരിക്കും. കറി ഉയർത്തിപ്പിടിച്ച എല്ലാവരും ഉറക്കം വരുന്നത്. ഹല്ലേലൂയ. തല ഉറക്കം ശ്രദ്ധിക്കുക. ചിലരുടെ കണ്ണടച്ച് ഉറക്കം ശ്രദ്ധിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണടച്ച് ഉറക്കം ശ്രദ്ധിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ ഞാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ പറ്റി പറയല്ല, പൊതുവെ ഈ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുടെ പോളിസി എന്നതാ. പൊതുവെ ധ്യാന കേന്ദ്രങ്ങളിലും നവേന പ്രാർത്ഥനാ സ്ഥലങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്ന ആൾക്കാരുടെ നിലപാട് എന്താ, പോളിസി എന്താ? യോസേപ്പ് പിതാവിന്റെ ആണോ പോസ്റ്റന്റെ ആണോ? ഉണ്ടല്ലാരും പോസ്റ്റൻ എന്താ ചെയ്യുന്നത്? സ്വന്തം ബുദ്ധിയിൽ ആശ്രയം വയ്ക്കും. യോസേപ്പ് പിതാവിനെ പോലെ വിശുദ്ധരോ സ്വർഗത്തിന്റെ തീരുമാനത്തെ വിട്ടുകൊടുക്കും. ഞാൻ വേണ്ടി ചോദിക്കട്ടെ ചോദ്യം. ജ്ഞാനം കൂടാൻ പോകുന്നവര്, തീർത്ഥാടനത്തിൽ പോകുന്നവര്, നവേനയ്ക്ക് പോകുന്നവര്, അല്ലെങ്കിൽ പൊതുവെ പ്രാർത്ഥിക്കുന്നവര്, പൊതുവെ അവര് പൊതുവെ എക്സെപ്ഷൻ ഉണ്ട്. പൊതുവെ ഇതിലേത് ഗ്രൂപ്പിൽപ്പെടും എന്ന് പറയാമോ? ഏത് ഗ്രൂപ്പിൽപ്പെടും? സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുന്നവരാണോ ദൈവത്തിന്റെ തിരുമനസ് എന്താണെന്ന് അതിന് പ്രവർത്തിക്കുന്നവരാണോ? എന്തോ പുരുഷന്മാരെന്ന് പറഞ്ഞേ, അതൊക്കെ പറ. സ്വന്തം ബുദ്ധി ആശ്രയിക്കുന്നില്ല. യാതൊരു സംശയം വിട. അതിന് വോട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഒന്നടങ്കം മനുഷ്യൻ ദൈവത്തിൽ ചെയ്യുന്ന എന്താണ്? ദൈവമേ, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണുള്ളത്, അത് എങ്ങനെയെങ്കിലും സാധിച്ചു തരണം. അല്ല, ശരിയല്ലേ? അതിനുവേണ്ടി എന്തോരം മെഴുകുതിരിയാണ് അപ്പോൾ കത്തിച്ചു കൂടുന്നത്. ചില പള്ളികളിൽ ശല്യക്കാരുടെ മെഴുകുതിരി സ്റ്റാൻഡ് എടുത്ത് പുറത്ത് വെച്ച് ഈ പോകൊണ്ട് പള്ളി നിറയാതിരിക്കാൻ വേണ്ടി ചോളാൻ പറ്റും പോലെ.
വെള്ളി കച്ചവടക്കാരൻ നിൽക്കുക. നമ്മൾ ചെല്ലുമ്പോൾ വെപ്പുണ്ട്. 1 കൂട്, 2 കൂട്, 3 കൂട്, 4 കൂട്. എന്തൊരു മണ്ടപ്പടിയെ കാണിച്ചു കൂട്ടും. ഇതാരും ചോദ്യം ചെയ്യൽ, കാരണം വരുമാനം കുറയും. എന്താ ഉദ്ദേശം? ദൈവത്തെ പുകച്ച് കാണിക്കുകയാണ്. ഇപ്പൊ തന്നില്ലേ, പുകയ്ക്കും. എന്നിട്ടൊരു ചേട്ടനോട് ധ്യാനം കൂടാൻ വന്നു. ചേട്ടൻ മരിച്ചുപോയി. തപസ് ധ്യാനം. പുള്ളി അന്ന് ഒരു വർഷത്തിൽ 3 തപസ് ഉണ്ടായിരുന്നു ഇവിടെ. 3 പ്രാവശ്യം. 3ാമത്തെ ദിവസനും ആവർത്തിച്ച് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടന്റെ വരവ് ഉദ്ദേശം എന്താ ചോദിച്ചു. മനുഷ്യേട്ടാ ചോദിച്ചു, ക്ലാസ് വെച്ച്. ചേട്ടൻ പറഞ്ഞ്, ആദ്യത്തെ ദിവസം വന്നപ്പോൾ എന്റെ മൂത്ത മകളെ കെട്ടിക്കാൻ പറ്റി. 2ാമത്തെ ദിവസം 2ാമത്തെ മകളെ കെട്ടിച്ചു. നിവർണ്ണം മിച്ചമുണ്ട്. അധികം ദിവസമാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ ചീട്ട് കയറിക്കുക, തിരിച്ചു വിട്ടു പോകാൻ പറ്റും. ധ്യാനം കൊടുണ്ട. ചീട്ട് കയറി തിരിച്ചുവിട്ട് താമസം അതിനു വേണ്ടിയുള്ള കാര്യം. ഇപ്പൊ ദൈവത്തെ പ്രഷറൈസ് ചെയ്യുക, ഓർഡർ ചെയ്യുക. എടുത്താ ഇപ്പൊ വാദിപ്രതിയായി, നമ്മൾ ദൈവമായി, ദൈവം നമ്മുടെ വേലക്കാരനുമായി. മേസനും പിന്നെ മേക്കാടും. മേസൻ 1500 ആണെങ്കിൽ പിന്നെ മേക്കാടിന് 1000. മേസൻ പറയും ഇഷ്ടി എടുക്ക്, ഉടനെ മേക്കാട് ഇഷ്ടി കൊണ്ടുവരും. മേക്കാട് വെള്ളം കൊണ്ട് കൊടുക്കും. കൽപ്പിക്കുന്ന ആരാ? മേസൻ. അനുസരിക്കുന്ന ആരാ? മേക്കാട്. ദൈവം മേക്കാടും നമ്മൾ മേസനുമായി. അതുകൊണ്ട് തന്നെ തരാം, ഇതിക്ക് തന്നെ തരാം, അതിങ്ങനെ തന്നെ തരാം. ഉണ്ടോ? എന്താ ആയി നോക്കിയേ. വി ആർ പ്ലേയിങ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ ദൈവം കളിക്കുകയാണ്. നേരെ മറിച്ച് മാതാവ് വിശുദ്ധാൻ പറഞ്ഞ എന്താ? ദൈവം എന്ത് തിരുമനസ്സാകുന്നു അത് മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായ വിഷയം അത് കേട്ടോ. നമ്മുടെ ഈ ലോക ജീവിതം മുഴുവൻ നഷ്ടമാകും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ. ദൈവസന്നദ്ധയിൽ നമ്മൾ എന്നേക്കും തിരസ്കരിക്കപ്പെടും. കാരണം ദൈവത്തിന്റെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വെപ്രാളവും പരക്കം പാച്ചലും അതിനുള്ള തന്ത്രം വരയലും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിനുവേണ്ടി പരിഹാര കൃത്യങ്ങളുമായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഒരിക്കലും ദൈവം നമ്മൾ നോക്കി പറയല, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ വായനയിൽ 1ാം വായനയിൽ പറഞ്ഞ എന്താണ്? ജീവിത ക്ലേശം ദൈവം അനുവദിക്കും. റോമാലേഖനം 5-ാം അധ്യായത്തിലെ ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം. ആകയാൽ വിശ്വാസത്താൽ നീതിവത്കരിക്കപ്പെട്ടതാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കണം. ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് നീതിവത്കരണം, ജസ്റ്റിഫിക്കേഷൻ. പലപ്പോഴും ഈ വായനയൊക്കെ വായിക്കുന്ന ആൾ കേൾക്കുന്നവർ മുത്തിക്കൊണ്ട് പോകുന്നതല്ലാതെ ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു. ആകയാൽ വിശ്വാസത്താൽ നീതിവത്കരിക്കപ്പെട്ട നമ്മൾ ജസ്റ്റിഫൈഡ് ആകുന്നത്, നീതിവത്കരിക്കപ്പെടുന്നത് വിശ്വാസം മൂലമാണ്. എന്താണ് വിശ്വാസം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടത് അല്ലേ? എന്താ വിശ്വാസം? കേക്കട്ടെ. കേട്ടില്ല? അത് പഴങ്കഥയാ. ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ വിശ്വാസം കൃത്യമായിട്ട്. കണ്ടോ? ഒന്നും തല കയറുന്നില്ല നിങ്ങൾക്ക്. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 143. ഇതുപോലെ ഒരു 1000 പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറന്നുപോയി നിങ്ങളല്ലേ? എന്താ വിശ്വാസം? പത്രിക
മതബോധ ഗ്രന്ഥം 143 അതിങ്ങനെയാണ് വചരിക്കുന്നത്: വിശ്വാസം വഴി മനുഷ്യൻ തന്റെ ബുദ്ധിയും മനസ്സും പൂർണ്ണമായി ദൈവത്തിന് അടിയറ വയ്ക്കും. അത് വിശ്വാസം. ബുദ്ധിയും മനസ്സെന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ കഴിവുകൾ. മൃഗത്തിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന മനുഷ്യന് മാത്രമുള്ള സവിശേഷമായ കഴിവുകളാണ് ബുദ്ധിയും മനസ്സും. ബുദ്ധി കൊണ്ട് സത്യം അറിയാനും മനസ്സുകൊണ്ട് സത്യം സ്വീകരിക്കാനും സാധിക്കും. ബൈ ഇന്റലക്ട് യു നോ ദ ട്രൂത്ത് ആൻഡ് ബൈ യുവർ ഫ്രീ വിൽ യു ചൂസ് ഇറ്റ്. അപ്പോൾ ബുദ്ധിയും മനസ്സും എന്ന് പറയുന്നത് എന്താ? ഒരു ഫ്രൈസാണ്. അത് വാസ്തവത്തിൽ ഒരു സമഗ്ര മനുഷ്യനെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ബുദ്ധിയും മനസ്സും. അപ്പൊ എന്താണ് വിശ്വാസം? വിശ്വാസം മൂലം ബുദ്ധിയും മനസ്സും ദൈവത്തിന് ഒരുവൻ അടിയറ വയ്ക്കും എന്ന് പറഞ്ഞപ്പോ എന്താ മനസ്സിലായത്? വ്യവസായ പിതാവിന് തന്നെ ഉദാഹരണം എടുത്തു. വ്യവസായ പിതാവിന്റെ ബുദ്ധി എന്ന് പറഞ്ഞു, ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണം. മനസ്സ് കാരണം പറഞ്ഞു കൊടുത്തു. എന്താ കാരണം? എന്തായാലും നീ അറിയാതെ നിന്നെ അവൾ ചതിച്ചതാ. ബുദ്ധി പറഞ്ഞു കൊടുക്കുക. മനസ്സെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവളെ രഹസ്യമായിട്ടാണെങ്കിലും ഡിവോഴ്സ് ചെയ്തേ പറ്റൂ. കണ്ടോ? ബുദ്ധിയും മനസ്സും കൂടെ കൈകോർക്കുന്നുണ്ടോ? ബുദ്ധി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു, മനസ്സ് ആമേൻ എന്ന് പറയുന്നു. യോസേഫ് എന്ത് ചെയ്തു? തന്റെ ഈ ബുദ്ധിയും തന്റെ ബലഹീനതയുള്ള മാനുഷിക മനസ്സും ദൈവത്തിന് അടിയറങ്ങ് വെച്ചു. എന്ന് വെച്ചാൽ ബുദ്ധി പറയുന്നതല്ല ശരി, എന്റെ വ്യക്തിപരമായ മനസ്സിന് തീരുമാനം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ദൈവം പറയുന്നേ ചെയ്യുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ചത്. എന്താണ് വായിച്ചത്? സുഭാഷിത പുസ്തകം വായിച്ചത് എന്താണ്? ജ്ഞാനി സ്വന്തം ബുദ്ധിയെ പിഞ്ചൊല്ലുന്നവൻ ഘോഷനായിത്തീരും, എന്നാൽ ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ പുരുഷനായിരിക്കും. യോസേഫ് പിതാവിന്റെ ജീവിതത്തിന്റെ വിജയം ഒറ്റ താക്കോലേ ഉള്ളൂ, ഒറ്റ താക്കോല്. യോസേഫ് പിതാവ് സ്വന്തം ബുദ്ധിയെ അനുസരിച്ചില്ല, സ്വന്തം മനസ്സിനെ കീഴ്പ്പെട്ടില്ല, മറിച്ച് ദൈവത്തിന്റെ മനസ്സിനെ പൂർവ്വം. ഇങ്ങനെ സാധിച്ചാൽ ആളുടെ പേരാണ് വിശുദ്ധൻ. വിശുദ്ധനാകാൻ വേണ്ടി അത്ഭുതം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ധാരണ, വിശുദ്ധനാകാൻ നമ്മളെ കൊണ്ട് നടക്കൂല, നമുക്ക് അത്ഭുതം ചെയ്യാൻ പറ്റൂലല്ലോ. അയ്യോ, വിശുദ്ധനാകാൻ അത്ഭുതം ചെയ്യാൻ, വിശുദ്ധനല്ല അത്ഭുതം ചെയ്യുന്നത്. അത്ഭുതം ചെയ്യാനായിട്ട് ഏത് മനുഷ്യനും പറ്റും? യേശുവിന്റെ നാമത്തിലല്ലേ? യേശുവിന്റെ നാമത്തിൽ ആണ് അത്ഭുതം ചെയ്തുകൊണ്ട് ഒരു പാപിക്ക് പോലും അത്ഭുതം ചെയ്യാൻ പറ്റും. കാരണം അവന്റെ കറോഫിലല്ല അത്ഭുതം നടക്കുന്നത്, യേശുവിന്റെ നാമത്തിലാണ്. ഒരു പാപിക്ക് പോലും അത്ഭുതം ചെയ്യാൻ പറ്റും. പക്ഷെ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം ബുദ്ധിയെയും മനസ്സിനെയും വിശ്വസിക്കാതെ ദൈവത്തിന്റെ ജ്ഞാനത്തെ മാത്രം ആശ്രയിക്കുന്ന ആളുടെ പേര് വിശുദ്ധ. തിരിച്ചറിഞ്ഞോളൂ എല്ലാവരും. വിശുദ്ധ എന്ന് പറയുന്ന അത്ഭുതം ചെയ്യുന്നവരല്ല. അത്ഭുതം ആർക്കും ചെയ്യാൻ പറ്റും. കാരണം ചെയ്യുന്ന ആളുടെ കറോഫിലല്ല, ക്രിസ്തുവിന്റെ കറോഫിലാണ് നടക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ വിശുദ്ധരാകാൻ വലിയ പാടാ. അത്ഭുതം ചെയ്യാൻ എളുപ്പമാണ്. വിശുദ്ധരാകാൻ വലിയ കഷ്ടപ്പാടാണ്. കാരണം എന്താ? എപ്പോഴും സ്വന്തം ബുദ്ധിയോട് സ്വന്തം മനസ്സിനോട് വിട പറഞ്ഞ് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ കീഴടങ്ങണം. ആള് വിശുദ്ധനാ. നമുക്ക് പ്രാർത്ഥിക്കാം അതിന് വേണ്ടി. എന്താണ്? ദൈവമേ, യോസേഫ് പിതാവ് തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം ഇതാണ്: എനിക്കൊരു വിശുദ്ധനാകണം. എങ്ങനെ? എൻ്റെ ജീവിതത്തെ പറ്റിയും ഞാനുമായി ബന്ധപ്പെട്ടൊരു ജീവിതത്തെ പറ്റിയുമുള്ള എൻ്റെ എല്ലാ പദ്ധതികളും പൊളിക്കണം, എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും വലിച്ചെറിയണം. എന്നിട്ട് എഴുതാത്ത ഒരു പേപ്പറുമായിട്ട് വന്ന് ഒപ്പിടിക്കുന്ന പോലെ ദൈവം എനിക്ക് വേണ്ടി ഒപ്പിട്ടതാ. ഞാനിത് എഴുതിയിരുന്നല്ല, ഞാൻ വായിച്ചു കളഞ്ഞു. ദൈവം എനിക്ക് വേണ്ടി എഴുതിക്കോ, എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പ്രാഗ്യം ദൈവം എഴുതിക്കോ, എന്നിട്ട് ദൈവം ഒപ്പിട്ടോ. ഞാനായിട്ടൊന്ന് എഴുതിയിട്ട് കൊണ്ട് ഒപ്പിടിക്കും. ഇപ്പം നമ്മൾ ചെയ്തെന്താ? നമ്മളായിട്ടെല്ലാം എഴുതി ഉണ്ടാക്കുന്നത് തമ്പുരാനെ പ്രഷറൈസ് ചെയ്ത് നിർബന്ധിച്ച് ഒപ്പിടിക്കുകയാണ് ചെയ്തത്. എനിക്കത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, ഇത് വേണം. നിർത്തണം. നമുക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം.
കണ്ണുകളെ അടച്ച് യാചനാപൂർവ്വം കരങ്ങൾ പിടിച്ചുകൊണ്ട് നീതിമാനായ യോസേപ്പിതാവിനെ പ്രാർത്ഥിക്കാം. യോസേപ്പിതാവിന്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. യോസേപ്പിതാവും മാതാവും അക്ഷരാർത്ഥത്തിൽ വിശുദ്ധരാണ്. കാരണം അവരൊരിക്കലും അവരുടെ മോഹങ്ങളെയോ ആഗ്രഹങ്ങളെയോ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെയോ താലോലിച്ചില്ല. പകരം ദൈവതിരുമനസ്സറിനെ സ്വീകരിക്കുമ്പോൾ അത് കുരിശിന്റെ വഴിയാണെന്ന് അറിയായിരുന്നു. വിശുദ്ധരുടെ ജീവിതം കുരിശിന്റെ വഴിയാണ്. ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകലാണ്. വിസ്താരമേറിയ വഴി ഉപേക്ഷിക്കലാണ്. സുഖസൗകര്യം നിറഞ്ഞ എളുപ്പമുള്ള ലോകത്തിന്റെ മാർഗങ്ങൾ ഉപേക്ഷിക്കലാണ്. കർത്താവേ, യോസേപ്പിതാവിന്റെ മധ്യസ്ഥ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അങ്ങ് അസൂയയോടെ വീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ഞങ്ങളുടെ അമൂല്യമായ ആത്മാവ്. ഈ ശരീരം ഒരു പുറം കുപ്പായം മാത്രം. ഇത് കാലപ്പഴക്കം വരും, രോഗം ബാധിക്കും, പരിമിതികളുണ്ടാകും. പക്ഷേ ഇതിനേക്കാൾ അത് കെട്ടുപോകുകയും ചെയ്യുന്ന കെട്ടുപോകാത്ത, തീർന്നു പോകാത്ത, ഭംഗി കുറയാത്ത, ശോഭ കുറയാത്ത എന്നൊക്കെ നിലനിൽക്കുന്നത് ഞങ്ങളുടെ ആത്മാവാണ്. ഈ ആത്മാവിന്റെ ആഗ്രഹവും ദാഹവും ദൈവമേ അങ്ങയുടെ തിരുമനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടത്തോട് മരിക്കാൻ, ഞങ്ങളുടെ ഇഷ്ടത്തെ വിഗ്രഹമാക്കി ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ്. എങ്ങനെയെങ്കിലും സഹായിച്ചെടുക്കണമെന്ന് ആഗ്രഹം. അത് ഉപേക്ഷിക്കുന്ന ഞങ്ങളിപ്പോൾ ഞങ്ങളുടേതായ എല്ലാ ആഗ്രഹങ്ങളും കർത്താവിനും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്നതിനർത്ഥം ഇത് തന്നെ. ദൈവമേ, അങ്ങയുടെ തിരുമനസ്സ് എൻ്റെ ജീവിതത്തിൽ നിറവേറിയാൽ മതി. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക. ഒരു പ്രത്യേക അർത്ഥം ഇത് തന്നെയാണ്. ദൈവമേ, അങ്ങയുടെ തിരുമനസ്സ്, എന്നെ പറ്റിയുള്ള അങ്ങയുടെ തിരുമനസ്സ് നിറവേറണം. എന്നെ പറ്റിയുള്ള അങ്ങയുടെ ഏറ്റവും വലിയ ഇഷ്ടം നടക്കണം. എൻ്റെ സ്വന്തം ഇഷ്ടവും ആഗ്രഹവും നേരെ വിപരീതമായതുകൊണ്ട് അത് നടക്കണ്ട, അത് വേണ്ട എന്ന് പറയുവാൻ മാത്രം എന്നെ വളർത്തണമേ കർത്താവേ. എൻ്റെ സ്വന്തം ഇഷ്ടത്തോടും സ്വന്തം ആഗ്രഹങ്ങളോടും സ്വന്തം താല്പര്യങ്ങളോടും നോ പറയാൻ തക്ക ആത്മീയ വളർച്ച എനിക്ക് നൽകി ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും പ്രത്യേക നീതി അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നൽകപ്പെടും. അതേ കർത്താവേ, എൻ്റെ ഇഷ്ടത്തോടും എൻ്റെ മനസ്സിനോട് ഞാൻ ഇവിടെ പറയുന്നതോടെ എനിക്ക് രക്ഷാകരമായതെല്ലാം, എനിക്ക് ആവശ്യമായത് അർത്ഥം രക്ഷാകരമായവ എല്ലാം അങ്ങ് എനിക്ക് നൽകും. ഇത് വിശ്വസിച്ച് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ജ്ഞാനം തരുന്നവൻ. നമ്മുടെ ബുദ്ധിയുടെ പരിമിതികളെല്ലാം മറികടക്കാൻ ശക്തിയുള്ള ജ്ഞാനവുമായി പരിശുദ്ധാത്മാവ് വരിക. ഞങ്ങൾ ആവശ്യിക്കുക. മറിയത്തിൽ ആവശ്യിച്ച പരിശുദ്ധാത്മാവ്, യേശുപിതാവിൽ ആവശ്യിച്ച പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ വന്ന് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.